യു.ഡി.എഫിനെതിരെ പിണറായിയും താനും ഒറ്റ മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വി.എസ്. അച്യുതാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം. വാർത്തകൾക്ക് വേണ്ടി മാധ്യമപ്രവർത്തകർ കടുത്ത സമ്മർദ്ദം നേരിടുന്ന കാലഘട്ടമാണിത്. ഇടതുപക്ഷ നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ സൂക്ഷിച്ചു വേണമെന്നും വി.എസ്. ഫേസ്ബുക്കിൽ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമപ്രവർത്തകർ മനസ്സിരുത്തി വായിക്കണം. ഇത് ആർക്കുമുള്ള ഉപദേശവും മുന്നറിയിപ്പുമല്ല. അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്നും വി.എസ്. വീണ്ടും ഫേസ്ബുക്കിൽ കുറിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ച സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ആദ്യം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. വാർത്തകൾ സൃഷ്ടിക്കാൻ മാധ്യമപ്രവർത്തകർ കടുത്ത സമ്മർദ്ദം അനുഭവിക്കുകയും വിവാദ വ്യവസായം തഴച്ചു വളരുകയും ചെയ്യുന്ന കാലത്ത് വളരെ സൂക്ഷിച്ചു വേണം ഇടതുപക്ഷ നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ എന്നായിരുന്നു വി.എസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഐശ്വര്യപൂർണമായ കേരളത്തിനായി ഒരു ജനപക്ഷ സർക്കാരിനെ അവരോധിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം ഒറ്റ മനസ്സോടെയാണ് താനും പിണറായി വിജയനും അടക്കമുള്ള CPIM നേതാക്കളും മറ്റ് LDF നേതാക്കളും ഏറ്റെടുത്തിരിക്കുന്നതെന്നും വി.എസ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. എന്നാൽ വി.എസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനിച്ചു. വി.എസ്. പിണറായി വിജയനെ ഉപദേശിച്ചു എന്ന മട്ടിലായിരുന്നു വളച്ചൊടിച്ച വാർത്തകൾ. ഈ സാഹചര്യത്തിലാണ് വി.എസ്. വീണ്ടും ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത്. താൻ കുറിച്ച കാര്യങ്ങൾ ദയവായി വളച്ചൊടിക്കാതെ റിപ്പോർട്ട് ചെയ്യണം. താൻ ആർക്കും ഒരു മുന്നറിയിപ്പും ഉപദേശവും നൽകിയിട്ടില്ല. താൻ ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പാലിക്കേണ്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. മാധ്യമ സുഹൃത്തുക്കൾ തന്റെ കുറിപ്പ് ഒന്നുകൂടി മനസ്സിരുത്തി വായിക്കണമെന്നും വി.എസ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയെന്ന് പിണറായി വിജയൻ. വി.എസ്. പാർട്ടി വിരുദ്ധനാണെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. യെച്ചൂരി വിളിച്ചുവെന്ന വാർത്തയും തെറ്റെന്ന് പിണറായി പറഞ്ഞു. ജനവിധി എന്തായിരിക്കുമെന്ന് UDF കൃത്യമായി കണക്കാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്, പ്രതീക്ഷ വെക്കുന്നത് LDFിലും CPIMലും എന്തെങ്കിലും കലഹമുണ്ടാകണമെന്നാണ്. അപ്പോൾ അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. നല്ല യോജിപ്പോടെയാണ് LDF ആകെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. CPIM ഇതിനെല്ലാം ഫലപ്രദമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് നല്ല ഐക്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരവസ്ഥയോട് അങ്ങനൊരു യോജിപ്പ് വരുന്നില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് പൊളിക്കണം. അപ്പോൾ ആ പൊളിക്കാൻ എന്താ മാർഗം എന്ന് ചിലർ കണക്കൂട്ടിയിട്ടുണ്ടാവും. ഇതിനകത്ത് VS പാർട്ടി വിരുദ്ധനാണ് എന്ന് ഒരിടത്തും ഞാൻ പറയുന്നില്ലല്ലോ. ചോദ്യത്തിനുള്ള ഉത്തരം പറയാതെയും പറ്റില്ലല്ലോ. ചോദ്യത്തിന് ഉത്തരം എന്താണോ ശരിക്കുള്ളത് ആ ഉത്തരം ശരിക്കും പറയുകയാണ്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമായ ഗൂഢോദ്ദേശങ്ങളുണ്ടാകാം, പിന്നെ അതോടൊപ്പം സ്വാധീനിക്കലും ഉണ്ടാകാം. വി.എസിനെ കുറിച്ച് പിണറായിയോട് ചോദിക്കുന്ന മാധ്യമങ്ങൾക്ക് പ്രത്യേക അജണ്ടയുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അത് വിലപ്പോകില്ലെന്നും വിഷയത്തിൽ പിണറായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. പാർട്ടിയെ വിവാദത്തിൽപ്പെടുത്താൻ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട. പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട വെച്ച് CPMൽ കുഴപ്പമുണ്ടാക്കാനുള്ള നിങ്ങളുടെ ശ്രമം ഇത്തവണ വിജയിക്കാൻ പോകുന്നു. കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയായി ഉത്തരാഖണ്ഡിലെ രാഷ്ട്രപതി ഭരണം ഹൈക്കോടതി റദ്ദാക്കി. മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് നൽകിയ ഹർജിയിലാണ് നടപടി. ഇതോടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഹരീഷ് റാവത്ത് സർക്കാരിന് അധികാരത്തിൽ തുടരാം. തിടുക്കപ്പെട്ട് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്ത് പരിഹാസ്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അടുത്ത വെള്ളിയാഴ്ച സർക്കാരിന് വിശ്വാസ വോട്ട് തെളിയിക്കാം. സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ഭരണഘടനയുടെ 356 വകുപ്പ് ഏറ്റവും ഒടുവിൽ ഉപയോഗിക്കേണ്ടതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരാഖണ്ഡിലെ രാഷ്ട്രപതി ഭരണം ഹൈക്കോടതി റദ്ദാക്കിയത്. മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന്റെ അപ്പീൽ പരിഗണിച്ചാണ് നടപടി. ഇതോടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഹരീഷ് റാവത്ത് സർക്കാരിന് അധികാരത്തിൽ തുടരാം. ഈ മാസം 29-ന് വിശ്വാസ വോട്ട് തെളിയിക്കാൻ അവസരമുണ്ട്. വാദം കേൾക്കുന്നതിനിടെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. വിശ്വാസ വോട്ട് തെളിയിക്കാൻ അവസരം നൽകാതെ തിടുക്കപ്പെട്ട് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്തത് എന്തിനെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് KM ജോസഫ്, ജസ്റ്റിസ് VK ബിസ്ത് എന്നിവരുടെ ബെഞ്ച് ചോദിച്ചത്. രാഷ്ട്രപതിക്ക് പോലും തെറ്റുപറ്റാമെന്നും ഉത്തരാഖണ്ഡ് നിയമസഭ സസ്പെൻഡ് ചെയ്യാനുള്ള രാഷ്ട്രപതി തീരുമാനം പോലും ജുഡീഷ്യൽ വിലയിരുത്തലിന് വിധേയമാക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തിന്റെ ഇത്തരം പ്രവൃത്തികൾ ദേഷ്യത്തെക്കാളേറെ വേദനയുണ്ടാക്കുന്നെന്നും കോടതി നിരീക്ഷിച്ചു. ഭരണഘടനാ അവകാശങ്ങൾ വ്യക്തമാക്കിയ കോടതിക്ക് നന്ദിയുണ്ടെന്നും പ്രവർത്തിക്കാനുള്ള 2 മാസത്തെ സമയമാണ് BJP നഷ്ടമാക്കിയതെന്നും ഹരീഷ് റാവത്ത് പ്രതികരിച്ചു. हमारी कोई शक्ति नहीं है कि हम इतने महाबलियों से लड़ सकें, लेकिन ये जनता की ताकत पर और न्याय पर जो हमारी अटूट आस्था है, भरोसा है, हम उसके बल पर लड़ पाए हैं. मैं इस क्षण को कभी नहीं भूलूंगा
और ये बहुत बड़ा क्षण है। व्यक्ति के रूप में हम बहुत छोटे इंसान हैं, लेकिन भावना के रूप में जो है हमारी भावनाएं उन लोगों के साथ हैं जिन्होंने इस लड़ाई में अपने आशीर्वाद से उत्तराखंड को विजयी बनाने का काम किया। ये उत्तराखंड की विजय है, उत्तराखंड की जीत है। കൂറുമാറിയ 9 MLA-മാരിൽ 5 പേർ തനിക്കൊപ്പമുണ്ടെന്ന് ഹരീഷ് റാവത്ത് വീണ്ടും വാദിച്ചു. ഇതോടെ ഉത്തരാഖണ്ഡിൽ സർക്കാർ രൂപീകരണ ശ്രമം നടത്തുകയായിരുന്ന BJPക്ക് കോടതി വിധി കനത്ത തിരിച്ചടിയായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള 3ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 62 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 1ഉം 2ഉം ഘട്ട വോട്ടെടുപ്പിലെ വ്യാപക ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 1 ലക്ഷം സുരക്ഷാ ജീവനക്കാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ആക്രമണ സംഭവങ്ങളിൽ ഒരു CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. വിശദാംശങ്ങളുമായി M. സന്തോഷ് ചേരുന്നു. സന്തോഷ്, വോട്ടെടുപ്പിന്റെ അന്തിമനില? പ്രജീഷ്, വോട്ടെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞ ഘട്ടങ്ങളിൽ എന്ന പോലെ തന്നെ ആദ്യ 2 ഘട്ടങ്ങളിൽ എന്ന പോലെ തന്നെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 5 മണിവരെയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. 74% ഈ സമയം വരെയുള്ള പോളിംഗ്. സ്വാഭാവികമായും 80-ലപ്പുറത്തേക്ക് പോളിംഗ് ശതമാനം കടക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മുർഷിദാബാദ്, നാദിയ, ബർദ്വാൻ, കൊൽക്കത്ത നോർത്ത് എന്നിവിടങ്ങളിലായി 62 മണ്ഡലങ്ങളിലാണ് 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. 418 സ്ഥാനാർത്ഥികൾ ഈ ഘട്ടത്തിൽ മത്സര രംഗത്തുണ്ടായിരുന്നു. കനത്ത സുരക്ഷാ ക്രമീകരണത്തിലാണ് വോട്ടെടുപ്പ് നടന്നതെങ്കിലും വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ബോംബാക്രമണം ഉൾപ്പെടെയുള്ള അക്രമ സംഭവങ്ങൾ നടന്നത്. മുർഷിദാബാദ് ജില്ലയിലെ ജിത്താപൂർ ഗ്രാമത്തിൽ തൃണമൂൽ ബോംബാക്രമണത്തിൽ CPIMന്റെ ബൂത്ത് ഏജന്റായിരുന്ന താഹിദുൽ ഇസ്ലാം കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ നാദിയ ജില്ലയിലും വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായി. 1 ലക്ഷത്തിലധികം സുരക്ഷാ സേന സുരക്ഷാ ചുമതല വഹിച്ചിരുന്നെങ്കിൽ കൂടിയും ഇത് പര്യാപ്തമായിരുന്നില്ല. ഇതെല്ലാം തന്നെ ഭേദിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടത്. പ്രജീഷ്. സന്തോഷ് M. ആണ് വിശദാംശങ്ങൾ നൽകിയത്. UDF പ്രകടന പത്രികയുടെ മുഖചിത്രത്തിൽ മുഖ്യമന്ത്രി മാത്രം. മുഖചിത്രത്തിൽ നിന്നും തങ്ങളെ ഒഴിവാക്കിയതിൽ VM സുധീരനും ചെന്നിത്തലയും കടുത്ത അമർഷത്തിൽ. മൂവരും ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നയിക്കണമെന്നായിരുന്നു ഹൈക്കമാൻഡ് നിർദ്ദേശം. പ്രകടന പത്രിക തയ്യാറാക്കിയത് ഉമ്മൻചാണ്ടിയുടെ അടുപ്പക്കാരനും A ഗ്രൂപ്പുകാരനുമായ MM ഹസനായിരുന്നു. തങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്നാണ് സുധീരന്റെയും ചെന്നിത്തലയുടെയും വിലയിരുത്തൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലേറ്റ ക്ഷീണം മാറും മുൻപാണ് KPCC അധ്യക്ഷൻ VM സുധീരന് വീണ്ടും തിരിച്ചടി നൽകി പ്രകടന പത്രികയിലെ മുഖചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും ഘടകകക്ഷി നേതാക്കളെയും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രകടന പത്രികയുടെ പിൻഭാഗത്താണ് ഇവരുടെയെല്ലാം സ്ഥാനം. ഇതിൽ VM സുധീരനും രമേശ് ചെന്നിത്തലയും കടുത്ത അമർഷത്തിലുമാണ്. മൂവരും ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നയിക്കണമെന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. ഈ പശ്ചാത്തലത്തിൽ പ്രകടന പത്രികയിലെ മുഖചിത്രത്തിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കിയത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഇരുവരുടെയും നിലപാട്. ഒപ്പം ഘടകകക്ഷി നേതാക്കളുടെയും. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനും A ഗ്രൂപ്പുകാരനുമായ MM ഹസന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. അതേസമയം മുഖചിത്രത്തിൽ മുഖ്യമന്ത്രിയെ മാത്രം ഉൾപ്പെടുത്തിയതിൽ അപാകതയൊന്നുമില്ലെന്ന് VM സുധീരൻ പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ പടം വരുന്നതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുന്നില്ല. ഇതിനകത്ത് യാതൊരു തർക്കമില്ല, ഒരു തർക്കത്തിൻ്റെ വിഷയമില്ല. ഓരോരുത്തർക്കും അവരുടേതായ അംഗീകാരമുണ്ട്, പ്രാധാന്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ മുതൽ ഈ മാസം 29 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. രാവിലെ 11 മുതൽ 3 വരെയാണ് പത്രികകൾ സ്വീകരിക്കുക. തെരഞ്ഞെടുപ്പിന് 25 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 25 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് നാളെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. നാളെ രാവിലെ 11-ന് വിജ്ഞാപനം ഇറങ്ങുന്നതിനൊപ്പം നാമനിർദ്ദേശ പത്രികകളും സ്വീകരിച്ചു തുടങ്ങും. ഏപ്രിൽ 29-ന് 3 മണിവരെ പത്രികകൾ സമർപ്പിക്കാം. എല്ലാ ദിവസവും രാവിലെ 11 മുതൽ 3 വരെയാണ് പത്രികകൾ സ്വീകരിക്കുക. അതത് മണ്ഡലങ്ങളിലെ വരണാധികാരികൾക്കോ ഉപവരണാധികാരികൾക്കോ ആണ് പത്രികകൾ നൽകേണ്ടത്. ഏപ്രിൽ 30-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. മെയ് 2-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. തുടർന്ന് മെയ് 16-ന് തെരഞ്ഞെടുപ്പും 19-ന് ഫലപ്രഖ്യാപനവും നടക്കും. മെയ് 21-ഓടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാവും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതിനൊപ്പം മുന്നണികൾ 2ാം ഘട്ട പ്രചരണവും തുടങ്ങുകയാണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ LDF പ്രചരണ രംഗത്ത് മേൽക്കൈ നേടിയിട്ടുണ്ട്. പ്രധാന നേതാക്കളെ രംഗത്തിറക്കി UDF-ഉം കേന്ദ്ര നേതാക്കളുമായി BJP-യും പ്രചരണ രംഗത്ത് സജീവമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിലവിലെ മദ്യനയത്തിൽ പോരായ്മകൾ ഉണ്ടെന്ന് സമ്മതിച്ച് KPCC അധ്യക്ഷൻ VM സുധീരൻ. അതുകൊണ്ടാണ് തിരുത്താൻ തീരുമാനിച്ചത്. മദ്യനയത്തിലെ പഴുതുകൾ അടച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു. ആ നയത്തിൽ ചില പോരായ്മകളുണ്ട് എന്നുള്ളത് അടുത്ത കാലത്ത് മനസ്സിലായി, കൂടുതൽ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ പഴുതുകൾ അടച്ചുകൊണ്ട്
ഒരു നിലയ്ക്കും അതിനകത്തൊരു പഴുതിൻ്റെ സാധ്യതകൾ ഇല്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യുക. കാരണം ഈ കാര്യത്തിൽ ഉറച്ച നിലപാടാണ് UDF-ൻ്റെ. ആ നിലപാടുമായി തന്നെ മുന്നോട്ട്